ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടെ ചർച്ചയ്ക്ക് തയ്യാറായി ഇറാൻ ട്രംപിനെ സമീപിച്ചുവെന്ന വാർത്തകൾ തള്ളി ഇറാൻ സൈനിക മേധാവി. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിയാണ് സാമൂഹ്യ മാധ്യമമായ എക്സിൽ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞത്. ട്രംപുമായി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. ഇനി യുദ്ധം നിർത്തേണ്ടത് അമേരിക്കയാണ്, ഞങ്ങളല്ല, ലാറിജാനി വ്യക്തമാക്കി. മധ്യസ്ഥർ മുഖേന ഇറാൻ ചർച്ചയ്ക്ക് വന്നു എന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചു. ട്രംപിൻ്റെ വികലമായ നയങ്ങൾ പശ്ചിമേഷ്യയെ കനത്ത യുദ്ധഭീതിയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ലാറിജാനി കുറ്റപ്പെടുത്തി. ഇസ്രായേലിൻ്റെ അധികാരമോഹത്തിനായി അമേരിക്കൻ സൈനികരെ ട്രംപ് കുരുതി കൊടുക്കുകയാണെന്നും ലാറിജാനി പറഞ്ഞു. കൊല്ലപ്പെട്ട ഇറാനിയൻ പരമോന്നത നേതാവ് ഖൊമൈനിയുടെ വലം കൈയാണ് ലാറിജാനി. വലം കൈ മാത്രമല്ല, ഖൊമൈനിയുടെ മുഖ്യ ഉപദേഷ്ടാവുമാണ് ലാറിജാനി. ഇറാൻ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടില്ല. അമേരിക്കയാണ് ആക്രമിച്ചത്. അമേരിക്കൻ സൈനികരുടെ ജീവഹാനിയിൽ ഇപ്പോൾ ഭയക്കുന്ന ട്രംപ് തന്നെയാണ് മേഖലയിൽ അശാന്തി വിതയ്ക്കുന്നതെന്നും ലാറിജാനി പറഞ്ഞു. ചുരുക്കത്തിൽ, ഇറാൻ ഒരൊത്തു തീർപ്പിനും തയ്യാറല്ല. ഒത്തുതീർപ്പ് എന്നുള്ളത് ഇനി തങ്ങളുടെ ഏഴകലത്ത് പോലും വരുന്ന നയമല്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഖൊമൈനിയെ വധിച്ചതിനെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രക്ഷോഭം ഇരമ്പുകയാണ്. ഹിസ്ബുള്ള ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഹിസ്ബുള്ള തൊടുത്തുവിട്ടു. അതിന് മറുപടിയായി ലെബനോണിലെ ജനവാസ മേഖലയിൽ യുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ. ലെബനോണിലെ ജനവാസ മേഖലയിൽ കനത്ത ബോംബിംഗാണ് ഇസ്രായേൽ നടത്തിയത്. ഹൂതി വിമതരും താമസിയാതെ യുദ്ധത്തിൽ പങ്കുചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, പശ്ചിമേഷ്യ വലിയ ഒരു യുദ്ധ സന്നാഹത്തിലേക്കാണ് പോകുന്നത്. ഒമാൻ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്, മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒമാനുമായി ചേർന്ന് ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഒമാൻ്റെ വിശ്വാസത്തിലാണ് ഇറാൻ ചർച്ചയ്ക്ക് ഒരുങ്ങിയത്. ചർച്ച കഴിയുന്നതുവരെ അമേരിക്ക ഇസ്രായേൽ സഖ്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ കരുതിയിരുന്നു. എന്നാൽ ശത്രു ഒന്ന് തണുത്തപ്പോൾ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ, അമേരിക്കൻ ഇസ്രായേൽ സൈന്യം ഇറാനെ ആക്രമിക്കുകയായിരുന്നു. ആ ആക്രമണത്തിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടത്. ഖൊമൈനിയുടെ രക്തത്തിന് പകരം ചോദിക്കണം എന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇറാനിയൻ ജനങ്ങളാണ് തെരുവിൽ എത്തിയത്. യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇറാൻ ശ്രമിക്കുന്നു എന്നൊരു വാർത്ത പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമങ്ങൾ. എന്നാൽ അത് തെറ്റാണെന്ന് ലാറിജാനി വ്യക്തമാക്കി. ഇനി ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ല. ഇനി ഒരു സമവായത്തിന് തങ്ങൾ തയ്യാറല്ല. തങ്ങൾ ക്ഷമിക്കുന്നതിൻ്റെ പരമാവധി ക്ഷമിച്ചു. അതിനപ്പുറമായി പോയി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കടന്നുകയറ്റം തങ്ങളുടെ രാജ്യത്തിന്മേൽ. ആ കടന്നുകയറ്റത്തിന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇരിക്കുന്നു. അതിനിടയിൽ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാറിജാനിയുടെ വാക്കുകൾ ഇറാൻ്റെ വാക്കുകളാണ്. ട്രംപിന് ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്ന നേതാവാണ് ഖമൈനിയുടെ വലങ്കൈയും വിശ്വസ്തനുമായ ലാറിജാനി.
ഖൊമൈനിക്ക് ശേഷം പിൻഗാമിയായി വരെ സാധ്യതയുണ്ടായിരുന്ന നേതാവാണ് അദ്ദേഹം. അമേരിക്കൻ വൈരാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ രീതി. അമേരിക്കയോട് ഒരു കോംപ്രമൈസിനും തയ്യാറാകില്ല ലാറിജാനി. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, ഇനി ഒരു കോംപ്രമൈസ് ഇല്ല, യുദ്ധം തുടരും. അമേരിക്ക അമേരിക്കൻ സൈനികരെ കുരുതി കൊടുത്തുകൊണ്ട് ഇരിക്കും. അതിനിടയിൽ അമേരിക്കയുടെ അത്യന്താധുനികമായ യുദ്ധവിമാനം ഇറാൻ വെടിവച്ചിട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു. വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിടുകയും ചെയ്തു.